നാട്ടിൽ ഡിവോഴ്സ് കൂടുന്നതിന്റെ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹത്തിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അഡൾട്ടറി, പരസ്ത്രീ പരപുരുഷ ബന്ധമൊന്നുമല്ല. അത് പലപ്പോഴും അൺനെസസറി ഇൻവോൾവ്മെന്റ് ഓഫ് ഇൻലോസ് ആണ്. വിവാഹത്തിന് ശേഷം മരുമക്കളുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇടപെടുന്ന പാരന്റ്സ് കാരണമാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് പിന്നീട് വഴക്കിലോട്ടും വാക്ക് തർക്കത്തിലോട്ടും ഒക്കെ പോകും. അത് പിന്നീട് ആ കപ്പിളിനെ തന്നെ ബാധിക്കുകയും ചെയ്യും. രണ്ടുപേരും അവരവരുടെ പാരന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ്. അവരെ ആയിരിക്കണം അവരെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് പറ്റുമെങ്കിൽ മാറി താമസിക്കുന്നത് തന്നെയാണ് ഏറ്റവും. പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യണം തോന്നി, അതിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി. പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ അല്ല ഒരാളുടെ ഡിവോഴ്സിന് കാരണം. സ്വന്തം വിവാഹ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനത്തിന് കാരണം എന്ന് പറയുന്നു. രണ്ടുപേര് വിവാഹമോചിതരാവുന്നതിന്, ഡിവോഴ്സ് ആവുന്നതിന് പല പല കാരണങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ അതൊക്കെ അതിന്റെ ഒരു കാരണങ്ങളാണ്. ഇതും അതിന്റെ ഒരു കാരണങ്ങളാണ്. അപ്പോ ഒരാള് കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ അയാൾക്കറിയാം സ്വന്തം വീട്ടുകാരുടെ മെന്റാലിറ്റി എങ്ങനെയാണ്. ഈ വന്നു കയറിയ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിലേക്ക് ഒരു 4 ദിവസം വിരുന്ന് നിൽക്കാൻ പോകാൻ പോലും ഭർത്താവിന്റെ പെങ്ങന്മാരുടെ സമ്മതം കിട്ടിയിട്ട് വേണം പോകാൻ. അങ്ങനെയുള്ള വീടുകളൊക്കെ ഇപ്പോഴും ഒരുപാടുണ്ട്. അപ്പൊ അതിനൊക്കെ ആകെ ഒരു വഴിയുള്ളൂ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആ പുരുഷന് സ്വന്തമായിട്ടൊരു വീട് വെക്കുക. അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് പോവുക. ഒരു 5000-10,000 കൊടുത്തു കഴിഞ്ഞാൽ നല്ല അന്തസ്സുള്ള വീട്ടിൽ വാടകയ്ക്ക് ജീവിക്കാൻ പറ്റും. കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാം. ഇനി വന്നു കയറിയ പെണ്ണിനെ കുറിച്ച് ചെറിയൊരു ജോലി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈക്വാലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പെണ്ണാണെങ്കിൽ ഭർത്താവിന് ആ ഭാരവും കുറഞ്ഞു, അവർക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. ഭർത്താവിന് തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത പകുതിയായിട്ട് കുറയും ചെയ്യും. ഭാര്യ വീട്ടിൽ ചോറും കറിയും വെക്കുകയാണെങ്കിൽ ഭർത്താവിന് എന്ത് ചെയ്യണം? പാത്രങ്ങൾ കഴുകി കൊടുക്കാം. ഭാര്യ പുറം മുറ്റം തൂത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഭർത്താവിന് അകം തുടച്ച് വൃത്തിയാക്കാം. വീട് വെക്കുകയാണെങ്കിൽ ഒരു 19 ലക്ഷം രൂപയൊക്കെ വീടിന് ചെലവാകുകയാണെങ്കിൽ 25 ലക്ഷം ഭാര്യ തരും. പിന്നെ മക്കളെ പഠിപ്പിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇന്ന് സ്വർണത്തിന് 1 ലക്ഷം രൂപയായി ഒരു പവന് വില. 10 പവൻ കൊടുത്ത് കല്യാണം കഴിക്കുകയാണ്. മറ്റു ചെലവുകളും ടോട്ടൽ 20 ലക്ഷം രൂപയാണെങ്കിൽ പകുതി ഭാര്യ തരും. അങ്ങനെ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് അവരുടെ ലൈഫ് സുഖസുന്ദരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വല്ലാത്ത ജാതിയില്ലേ?